നിഷാദ്, ഇതിനകത്ത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ LDF അതിന്റെ ലീഡ് നില തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അവിടെ 16 ഇടത്ത് LDF മുന്നിട്ട് നിൽക്കുന്നു. 9 ഇടത്താണ് UDF ലീഡ് നില ഉള്ളത്. നേരത്തെ ഇത് 13-12 എന്നുള്ള നിലയിൽ UDF മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ LDF ലീഡ് നില തിരിച്ചെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റു കാര്യങ്ങളുള്ളത് റിജിൽ മാക്കുറ്റി, കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ ഘട്ടമായി ഡിവിഷനിൽ മത്സരിച്ച റിജിൽ മാക്കുറ്റിക്ക് ജയം ലഭിച്ചിരിക്കുന്നു. അത് LDFന്റെ സിറ്റിംഗ് ഡിവിഷനാണ് റിജിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. 700-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റിജിൽ ജയിച്ചത്. ഒപ്പം തന്നെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ മത്സരിച്ച മുൻ ACP ടി കെ രത്നകുമാർ ജയിച്ചിരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയായി കോട്ടൂർ ഡിവിഷനിലാണ് രത്നകുമാർ മത്സരിച്ചിരുന്നത്. രത്നകുമാറിന് ജയമുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂർ നഗരസഭയിലെ കാര വാർഡിൽ മത്സരിച്ച മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ തന്നെ CPM വിമതനായ C വൈശാഖ് അവിടെ 400-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നു. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് പയ്യന്നൂരിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം CPM-ൽ നിന്ന് വിമതനായി രംഗത്ത് വന്ന് അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് വൈശാഖ് കാര വാർഡിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇന്നത്തെ വിജയങ്ങളിലൊന്നാണ്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴത്തെ ടാലി നമുക്ക് നോക്കാം. 359 ഇടത്താണ് ഗ്രാമപഞ്ചായത്തിൽ LDF-ന്, 337 UDF ഉണ്ട്. കോർപ്പറേഷനാണെങ്കിൽ 4 UDF 2 LDF എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റിയിൽ 49 ഇടത്ത് UDF മുന്നേറ്റം, 29 ഇടത്ത് LDF മുന്നേറ്റം, 3 ഇടത്ത് NDA. ജില്ലാ പഞ്ചായത്തിൽ 7 ഇടത്താണ് UDF, 6 ഇടത്ത് LDF-ഉം ഉണ്ട്. ഒപ്പത്തിനൊപ്പമാണ് ഇഞ്ചോടിഞ്ചാണെങ്കിൽ പോലും നേരിയ ആധിപത്യം UDF-ന് അക്കാര്യത്തിലുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ മൃഗീയമായ ഒരു ആധിപത്യം UDF-നുണ്ട് എന്നും കാണാം. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും LDF ആധിപത്യം തുടരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 64 ഇടത്ത് UDF, 72 ഇടത്ത് LDF. ഗ്രാമപഞ്ചായത്തിൽ 359 ഇടത്ത് LDF, 337 ഇടത്ത് UDF എന്നും നമുക്ക് കാണാം. എന്തായാലും ഒരു മടങ്ങി വരവ് സൂചന നൽകുന്നതാണ് UDF-ന്റെ പ്രകടനം. മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തുകളിൽ അവർക്ക് ഇപ്പോൾ ആധിപത്യമുണ്ട്. കോർപ്പറേഷനിൽ 6 ഇടത്തിൽ 2 ഇടത്ത് LDF-ഉം 4 ഇടത്ത് UDF-ഉമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് BJP NDA ഒരു മുന്നേറ്റം നടത്തുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. മുഹമ്മദ് അസ്ലം ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. അസ്ലം, കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിതി എന്താണ് ഇപ്പോൾ? കോഴിക്കോട് കോർപ്പറേഷനിൽ LDF നേരെ ലീഡിലേക്ക് എത്തിയിട്ടുണ്ട്. 20 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF 17 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി ശക്തമായ മത്സരമാണ് UDF കാഴ്ചവെക്കുന്നത്. NDA 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. UDF-ന്റെ സീറ്റുകൾ എടുത്ത് പറയുകയാണെങ്കിൽ എലത്തൂർ, മലാപ്പറമ്പ്, പുളക്കടവ്, അതോടൊപ്പം തന്നെ പിന്നെ കിണാശ്ശേരി, മാങ്കാവ്, ആഴ്ചവട്ടം, കല്ലായി, അരീക്കോട് നോർത്ത്, നല്ലളം, കുണ്ടായിത്തോട്, പയ്യാനക്കൽ തുടങ്ങിയ സ്ഥലങ്ങൾ. അതേസമയം ഇങ്ങനെ ലീഡ് ചെയ്യുമ്പോഴും UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്ന PM നിയാസ് തോറ്റിരിക്കുന്നു മാത്രമല്ല ആ വാർഡിൽ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. ആ വാർഡിൽ BJP സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. LDF-നെ കുറിച്ച് LDF-ന്റെ ആണെങ്കിൽ 20 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. അതിൽ പിന്നെ ചെട്ടിക്കുളം, എരഞ്ഞിക്കൽ, പുത്തൂർ തുടങ്ങി കരുവശ്ശേരി, വേങ്ങേരി, കടമ്പാട്ട് താഴം, പറയഞ്ചേരി തുടങ്ങിയ സീറ്റുകളാണ്. BJP-യുടെ മുന്നേറ്റമുള്ള പ്രധാനപ്പെട്ട കാരണം ബേപ്പൂരും ബേപ്പൂർ പോർട്ടും. കാരണം CPM ഉറപ്പിച്ച് ജയിച്ചു എന്ന് പറയുന്ന 2 സീറ്റുകളുണ്ട് മാറാട് മേഖലയിലെ. ബേപ്പൂർ പോർട്ട്, പന്നിയങ്കര, നേരത്തെ റനീഷ് വിജയിച്ച പൊച്ചമ്മൽ, പിന്നെ ചാലപ്പുറം UDF അവിടെ കോൺഗ്രസ് വിമതൻ നിന്ന ചാലപ്പുറം, മാവൂരോടും ചാലപ്പുറവും വിജയിച്ചിട്ട് ബാക്കി 8 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. അതിൽ ബേപ്പൂർ പോർട്ടും ഉൾപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലെ 2 സീറ്റുകൾ കൂടി BJP ലീഡ് ചെയ്യുന്നുള്ളത് പ്രധാനപ്പെട്ട. എന്നാലും 10 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. 20 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതിൽ പോലും UDF ശക്തമായ മത്സരം കോഴിക്കോട് അപ്രതീക്ഷിത മത്സരം കാഴ്ചവെക്കുന്നതാണ് കോഴിക്കോട് പിന്നെ കോർപ്പറേഷന്റെ അവസ്ഥ. പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി തന്നെ മുന്നേറ്റമുണ്ട്. കാരണം 23 പഞ്ചായത്തുകൾ UDF ലീഡ് ചെയ്യുമ്പോൾ 23 പഞ്ചായത്തുകൾ തന്നെയാണ് LDF. അത് ഒപ്പത്തിനൊപ്പം 70 സീറ്റുകളിൽ 28ഉം 42 എന്ന അവസ്ഥയിൽ നിന്നാണ് 23 എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ 7 ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF ലീഡ് ചെയ്യാണ്. 4 ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് LDF-ന് ലീഡുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ 4 മുനിസിപ്പാലിറ്റികളാണ് LDF-ന് ഒരുപക്ഷെ ഒരു മേൽക്കൈയുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. 4 മുനിസിപ്പാലിറ്റികൾ ഇപ്പോൾ LDF ലീഡ് ചെയ്യാണ്. UDF 2 മുനിസിപ്പാലിറ്റികളാണ്. കോർപ്പറേഷന്റെ കഥ നമ്മൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും അപ്രതീക്ഷിതമായിട്ട് UDF മുന്നേറുന്ന ഒരു കാഴ്ച. 11 ഇപ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട്. 12 പിന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDF-ഉം 1 സീറ്റിൽ മാത്രം UDF-ൽ മാത്രം 1 സീറ്റിൽ കുറഞ്ഞ് 15 സീറ്റിൽ ലീഡ് ചെയ്തു. അതായത് അപ്രതീക്ഷിതമായ മത്സരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോഴിക്കോട് കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളുടെ എണ്ണത്തിലും വന്നിരിക്കുന്നതായാലും ഇപ്പോൾ LDF പഞ്ചായത്ത് എണ്ണത്തിൽ കൂടിയിട്ടുണ്ട്. LDF 24ഉം UDF 22 എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ കൊല്ലത്ത് സ്ഥിതി എന്താണ്?
കൊല്ലത്ത് ഇടത് കോട്ടകൾ തകരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. കൊല്ലം എപ്പോഴും 25 വർഷമായി LDF മാത്രം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ ഫലമറിഞ്ഞിരിക്കുന്നത് 14 അതിൽ തന്നെ 9 ഇപ്പോൾ UDF വിജയിച്ചിരിക്കുന്നു. 3 LDF-ഉം 2 NDA-യും. അതായത് LDF തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം കോർപ്പറേഷനിലെ ഒരു കാര്യം നോക്കുമ്പോൾ. ജില്ലാ പഞ്ചായത്തിലെ അവസ്ഥ മറിച്ചല്ല. 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്ത് നിന്നും UDF അവിടെ പടുത്തുയർത്തിയപ്പോൾ 10 സീറ്റിൽ, അതായത് ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചാൽ പോലും ആശ്ചര്യപ്പെടേണ്ടതില്ലാത്ത ഒരു കാഴ്ചയിലേക്ക് വരികയാണ്. നഗരസഭകളിലേക്ക് വരുന്ന സമയത്ത് പരവൂർ നഗരസഭ മാത്രമായിരുന്നു നേരത്തെ UDF ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പുനലൂർ CPI-യുടെയും CPM-ന്റെയും ഉരുക്കുകോട്ടെ പുനലൂരിൽ ഫലമറിഞ്ഞ ഈ 12 7 വിജയിച്ചിരിക്കുന്നത് UDF ആണ്. ഒരുപക്ഷെ അത് അവർ ഈ ഒരു ട്രെൻഡിന്റെ ഭാഗമായി തന്നെ അങ്ങനെ പോകുമെന്നുള്ളൊരു കാര്യമാണ്. പഞ്ചായത്തുകളിൽ പക്ഷെ പലയിടത്ത് പോലും BJP-ക്ക് ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ജില്ലയിൽ പല പഞ്ചായത്തുകളിലും കാണാൻ സാധിക്കുന്നു. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട പല സ്ഥലങ്ങളിലുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിജയിച്ചിരിക്കുന്ന പല സ്ഥാനാർത്ഥികളുടെ ലീഡ് എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ 1500 പോലും മുകളിൽ പോയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥികൾക്ക്. കഴിഞ്ഞ തവണ വെറും 10 സീറ്റ് മാത്രമാണ് UDF-ൽ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരിടത്ത് നിന്നുമാണ് ഇത്രത്തോളം തകർന്നിരിക്കുന്നത്. CPM നേതാക്കൾക്ക് പോലും എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതെന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. യഥാർത്ഥത്തിൽ പലരെയും ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂരിലെ വാർഡിൽ BJP ജയിച്ചു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് പ്രമുഖരായ പലർക്കും തിരിച്ചടി നൽകുന്നു. അതേസമയം അപ്രതീക്ഷിതമായി അപ്രസക്ത സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുന്നു. അങ്ങനെ ജനങ്ങളെ മൊത്തം ഞെട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്, നേതാക്കളെ ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള തിരിച്ചടി LDF-ന് പല മേഖലകളിലും ഉണ്ടാകുമ്പോൾ അവരുടെ ആധിപത്യമുള്ള മേഖലകളിൽ അവർ ചിലയിടത്ത് ആധിപത്യം നിലനിർത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഏറ്റവും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ UDF-ന് മേധാവിത്വമുണ്ട്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും LDF-നാണ് മേധാവിത്വം. NDA ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് നടത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്ത് NDA ആണ് ലീഡ്. കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ലീഡ് നിലനിർത്തുകയാണ്. അവർ അപ്രതീക്ഷിതമായി മുൻപ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പോഴിതാ അവർ മേധാവിത്വം പുലർത്തിക്കൊണ്ട് BJP കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ തിരിച്ചു വരുന്നു എന്നുള്ളതും കാണാൻ കഴിയുന്നതാണ്. അതേസമയം തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് പറയാറായിട്ടില്ല. കാരണം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ നേരത്തെ UDF-ന് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് LDF വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നും കാണാം. കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ ചിലയിടങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ ഉണ്ടായിരിക്കുന്നു. മേയറുടെ വാർഡിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുന്നു. KPC ജനറൽ സെക്രട്ടറി PM നിയാസ് തോൽക്കുന്നു തുടങ്ങിയ കൗതുകങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. ലതിക സുഭാഷിനെ പോലെ ഒരു മുതിർന്ന നേതാവ് തോറ്റിരിക്കുന്നു. EM അഗസ്തിയെ പോലെ മുതിർന്ന നേതാവ് തോറ്റിരിക്കുന്നു. PM നിയാസ് തോറ്റിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പലരും തോൽക്കുന്നു. IPV തോൽക്കുന്നു എന്നും കാണാം. അപ്പോൾ പ്രമുഖരെയൊക്കെ തോൽപ്പിക്കുന്നു, അപ്രസക്തരെ വിജയിപ്പിക്കുന്നു. അതുപോലെ ഞെട്ടിക്കുന്ന ഫലങ്ങൾ വരുന്നു. ഇപ്പോഴും ഇഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന രീതിയിൽ ഫലപ്രഖ്യാപനം മുന്നോട്ട് പോവുകയാണ്. വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, UDF-ന് ഒരു സ്ട്രോങ് ഹോൾഡാണ് വയനാട്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? UDF വയനാട്ടിൽ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏത് തരത്തിലും എല്ലാ തരത്തിലും ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ, മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുത്താൽ, ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലും സമ്പൂർണ്ണമായ ആധിപത്യം UDF നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുണ്ടക്കൈ ചുരമല വാർഡ് ആര് നേടും എന്നുള്ളതായിരുന്നു. സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ദുരന്തബാധിതരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ ആ ഒരു കാര്യത്തിൽ LDF ഇപ്പോൾ ആ വാർഡിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ ഭാഗത്തുള്ള പുത്തുമല, അട്ടമല, മുണ്ടക്കായ്, ചുരമല ഉൾപ്പെടെയുള്ള 3 വാർഡുകളിലും LDF ശക്തമായ ലീഡ് നിലനിർത്തുന്നുണ്ട്. പക്ഷേ മേപ്പാടി പഞ്ചായത്ത് UDF നിലനിർത്തി എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പക്ഷേ വയനാട്ടിൽ BJP-യുടെ ഒരു മുന്നേറ്റം നമ്മൾ കാണേണ്ടതുണ്ട്. കൽപ്പറ്റ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറന്നു. തിരുനെല്ലി പഞ്ചായത്തിൽ ഇടത് കോട്ടയിൽ പ്രതിപക്ഷമില്ലാതെ ഇടതുപക്ഷം ഭരിച്ചിരുന്ന തിരുനെല്ലി പഞ്ചായത്തിലും BJP അക്കൗണ്ട് തുറന്നു. എന്നാലും ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ വ്യക്തമായ ഭൂരിപക്ഷം UDF-നുണ്ട്. ശരി ഫൈസൽ നെടുമ്പാലയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.